MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഒരു ടോഫി സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇടാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇനി 2 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ നെയ്യിൽ തന്നെ നമുക്ക് സേമിയ വറുത്തെടുക്കാം. 200 ഗ്രാം സേമിയയാണ് ഇടുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് നമുക്കിനി 3 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പാട കെട്ടാനും അടിയിൽ പിടിക്കാനുമൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് തിളക്കുന്നുണ്ട്. നമുക്കിനി സേമിയ ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ സേമിയ പകുതി വേവായിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ അടുപ്പിലേക്ക് മാറ്റാം. ഞാൻ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്നത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമുക്ക് കുറച്ച് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്യണം. 1/4 കപ്പ് പഞ്ചസാര ഈ പാനിലേക്കൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാരയൊന്ന് മെൽറ്റായി വരണം. പഞ്ചസാരയുടെ കളർ മാറി വരുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലെ കട്ടയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട പോലെ വരും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഇനി ഇത് പായസത്തിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ നല്ലൊരു മധുരത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണിത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കൂടി തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സും കിസ്മിസും ചേർക്കാം. ഷുഗർ ഇതുപോലെ കാരമലൈസ് ചെയ്ത് ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു കളറും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.